വായി കൊണ്ട് കൈ വെക്കരുത്, അടിക്കുമല്ലേ? ആ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള നൂർനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അടിപൊളി പിക്നിക് സ്പോട്ടുണ്ട്, കരിങ്ങാലി പുഞ്ച എന്ന് പറയാൻ. അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് വഴി. ഈ റോഡ് നൂർനാട് പന്തളം കുടശനാട് റോഡെന്ന് പറയും. ഈ വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നപ്പോഴേക്കും നല്ല ഭംഗിയുള്ള പാടം, റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പാടങ്ങൾ. അപ്പോൾ കുറേ നാളായി ഒരു പാടത്തോട്ടൊക്കെ ഇറങ്ങി പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിർത്തി ഈ പാടത്തോട്ടൊന്ന് ഇറങ്ങി അതിൻ്റെ ചുറ്റുവട്ടവും അവിടെയുള്ള പക്ഷികളും കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞാണ് ഇവിടെ ഇറങ്ങിയത്. മിക്ക മഴക്കാലത്തും ഈ പാടത്ത് നിറയെ വെള്ളം കയറും. അപ്പോൾ തന്നെ ഈ റോഡിലോട്ടും വെള്ളം കവിഞ്ഞൊഴുകി റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. ഈ നൂർനാട് പന്തളം റോഡ് കുറച്ച് ദൂരം പോയതിന് ശേഷം അവിടെ നിന്നൊരു ചെറിയ ഡീവിയേഷൻ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ കരിങ്ങാലി പുഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത്. ഈ റോഡിൽ മിക്ക ദിവസങ്ങളിലും അധികം ട്രാഫിക്കൊന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് സൺഡേ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ പോകാറുള്ളൂ. ബസ് പോകുന്ന റൂട്ടാണിത്. സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ ഇവിടെ വരുന്ന ബസ് ഇപ്പോൾ കാണുന്ന ഈ രാഖി എന്ന് പറയുന്ന ബസ് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. പലവരുടെ ചോദിച്ചാൽ അവർ ചോദിക്കും രാഖി ബസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് ആ ബസ്സിൽ കയറി പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ നൂർനാട് എത്താനായിട്ടാണെങ്കിൽ MC റോഡ് വഴി വരികയാണെങ്കിൽ അടൂരിൽ നിന്നൊരു 15-20 കിലോമീറ്റേഴ്സ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വഴി വരികയാണെങ്കിൽ കായംകുളത്തു നിന്നും ഒരു 15-20 കിലോമീറ്റേഴ്സേ എടുക്കത്തുള്ളൂ. അപ്പോൾ കുടശനാട് എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് അകത്തോട്ടുള്ള റോഡിൽ പോയാലാണ് നമുക്ക് കരിങ്ങാലി പുഞ്ചയിലേക്ക് പോകാൻ പറ്റുന്നത്. ഇത് ബസ് പോകുന്ന റൂട്ടല്ല. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വല്ല ഓട്ടോ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ല ഓപ്ഷൻ സ്വന്തം വണ്ടിയിൽ വരുന്നതിനാണ്. കാരണം നമ്മുടെ സൗകര്യത്തിന് വരികയും ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്യാം, പിന്നെ നമുക്ക് വേണ്ടത് അത്രയും നേരം ഇവിടെ കറങ്ങിയിട്ട് അതേപോലെ നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാവുന്നതാണ്. ഈ റോഡ് എത്തുമ്പം ഇത്തിരി നാരോ ആണ്. ചില സമയത്ത് ഇവിടെ സൈഡിലൊക്കെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. തിരക്കുള്ള സമയങ്ങൾ വൈകിട്ട് കഴിഞ്ഞൊരു സന്ധ്യ സമയം, ആ സമയത്തൊക്കെയാണ് ഈ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ നമ്മൾ കരിങ്ങാലി പുഞ്ച എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഫിഷിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്, പിന്നെ വെറുതെ വന്ന് കാഴ്ച കാണാനോ അല്ലെങ്കിൽ കാറ്റ് കൊള്ളാനും പറ്റിയൊരു സ്ഥലമാണ്. കുറേ നാൾ മുമ്പ് അധികം ആൾക്കാർ വരത്തില്ല, ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് വേറെ ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. ഒരിടയ്ക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു. ഇപ്പം വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ലിറ്ററിങ് ചെയ്താൽ ഫൈൻ ഉണ്ടെന്നും പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ തന്നെ പോലീസ് പെട്രോളും ഉണ്ട്. കാരണം ഒരുപാട് പേര് പല സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. ഫിഷിങ്ങിൻ്റെ സ്പോട്ട് എത്താനായിട്ട് സൈഡിലൊരു വരമ്പത്തൂടെയാണ് നമ്മൾ പോകേണ്ടത്. നാരോ ഒരു വഴിയാണ്. കുറച്ച് ദൂരം നടന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു ഷെൽട്ടർ പോലത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെയാണ് ഫിഷിങ്ങിന് പറ്റിയൊരു സ്പോട്ട്. നമ്മൾ ചെന്നപ്പം കുറച്ച് പേര് ഓൾറെഡി ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്ഥിരം വരുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കറിയാം എവിടെയാണ് വല വീശിയാൽ മീൻ കിട്ടുന്നത്. ഒരുപാട് വലിയ മീനൊന്നുമില്ല, ചെറിയ മീനുകളൊക്കെ മാത്രമായിട്ടാണ്. ചുമ്മാ ഒരു റിക്രിയേഷൻ പോലെ, ടൈം പാസ് പോലെയാണ് ഇവർ ഇവിടെ ഫിഷിങ്ങിന് വരുന്നത്. പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും മീൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് അവർ ചെറുതെ എറിഞ്ഞു നോക്കും, ചിലപ്പോൾ 1-2 മീനേ കാണത്തുള്ളൂ, ചില സമയത്ത് ഒരുപാട് കിട്ടും. അപ്പം സമയവും ദിവസവും പിന്നെ ഓരോ സീസണും അനുസരിച്ചിരിക്കും. വല മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചൂണ്ട ഉണ്ടെങ്കിൽ ആ ചൂണ്ട കൊണ്ട് വന്ന് ഇവിടെ ഫിഷ് ചെയ്യാവുന്നതുമാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ വല ഒട്ട് പിടിച്ചാൽ കുറച്ചുകൂടെ സ്പീഡിൽ കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും കമ്പനിയൊക്കെ അടിച്ച് ഒരു റിക്രിയേഷൻ പോലെ കുറച്ച് നേരത്തേക്ക് വൈകിട്ട് ഒരു ടൈം പാസ് പോലെ ഇങ്ങനെ മീൻ പിടിക്കുകയാണെങ്കിൽ വല്ല രസമായിരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിലും ഇവിടെ കഥ പറഞ്ഞിരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ടുള്ള പറ്റിയ സ്ഥലമാണ്. ഇവർ നേരത്തെ വല വീശിയ സ്ഥലത്ത് അധികം മീനൊന്നും കിട്ടാഞ്ഞിട്ടാണ് ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് മാറിയെന്ന് വീശി നോക്കുന്നത്. ഇവിടെയും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വീശി നോക്കും. കിട്ടുന്ന സ്ഥലത്ത് ഒന്നുകൂടെ എറിഞ്ഞു നോക്കും, അല്ലാത്തപ്പോൾ വീണ്ടും വേറെ സ്ഥലം നോക്കും. അതിൻ്റെ വായി കൊണ്ട് കൈ വെക്കരുത്, അടിക്കുമല്ലേ? ആ. ഭയങ്കര മൂടിച്ചില്ല, നെയ്മീൻ മൊത്തമല്ലേ അതിൻ്റെ ചുണ്ട പിടിച്ചെടുക്കുന്നു. ചുണ്ട എങ്ങ് ഓടിക്കും, പിന്നെ ഇയാൾ കടിക്കത്തില്ല. ഇത് വലുതുണ്ട്, ചെറുതല്ലേ? കൊടുക്കട്ടെ. നമ്മുടെ ആൾക്കാരുണ്ട് തിന്നാൻ. ഇതിന് മാത്രമേ എടുക്കത്തുള്ളൂ. വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ
സ്ഥലം കാണാൻ വന്ന കുറച്ച് പിള്ളേരാണ് അവിടെ നിന്ന് മീൻ പറക്കിക്കൊണ്ട് പോയത്. അപ്പോൾ മീൻ പിടിക്കാൻ വന്നവർ അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് മാറി വേറെ കുറച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോകാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നടക്കാനും നേരത്തെ കാണിച്ച അതേപോലത്തെ വഴിയാണ്. ഒരു ഇത്തിരി നാരോ ആണ്, അതിൻ്റെ കൂടെ നല്ല ഹൈറ്റിലുള്ള പുല്ലുകളും കൂടിയുണ്ട്. പക്ഷേ ഒന്നും പിടിക്കാനൊന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ച് ഇഴജന്തുക്കളൊന്നും കാണാറില്ല, കാരണം സ്ഥിരം ആൾക്കാർ വന്നും പോയിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് ഫിഷിംഗ് ഒന്നും ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു പരിപാടിയാണ് ബോട്ടിംഗ് എന്നുള്ളത്. വലിയ ബോട്ടുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ ബോട്ടുണ്ട്. 4 പേർക്കും 2 പേർക്കും ഒക്കെ ഫുഡ് പാഡൽ ചെയ്ത് പോകാൻ പറ്റുന്നത്. ഓൾ ഇൻ ഓൾ ഇത് നല്ലൊരു സ്ഥലമാണ്. അധികം ആരും അറിയാത്ത ഒരു നല്ലൊരു സീനിക് സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് മസ്റ്റ് സീ ഹിഡൻ സ്പോട്ട്സ് ഇൻ കേരളയിലേക്ക് ഈ സ്ഥലം ആഡ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വീക്കെൻഡ് പിന്നെ ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ.